So yes, മക്കളെ നമ്മുടെ പ്ലസ് ടു സേ എക്സാം അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ടൈം ടേബിൾ ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ജൂൺ 12 മുതലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂൺ 20 വരെയാണ് നമ്മുടെ എക്സാം നടക്കുന്നത് കേട്ടോ. ജൂൺ 12 തുടങ്ങി ജൂൺ 20 വരെയുള്ള ഒരു ടൈം ടേബിൾ ആണ് നമുക്കിപ്പോൾ ഒഫീഷ്യലി വെബ്സൈറ്റിൽ നമുക്ക് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സേ എക്സാം അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എഴുതുന്ന കുട്ടികൾ ഈ ഒരു വീഡിയോ കാണുക. എന്നിട്ട് നിങ്ങളുടെ നിങ്ങളുടെ സബ്ജക്ട്സ് ഏതാണോ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ സേ എഴുതാനുള്ളത് ആ സബ്ജക്റ്റ് നോട്ട് ചെയ്യുക. അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടത്തുക, മറക്കരുത്. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാകും, അതുപോലെ നിങ്ങളുടെ സേ എക്സാം എഴുതാനുള്ള ഫ്രണ്ട്സ് ഉണ്ടാകും. അവർക്കൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരോടും ടൈം ടേബിൾ നോട്ട് ചെയ്യാൻ വേണ്ടി പറയുക. ആ ദിവസത്തേക്ക് അവരുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറയണം. റെഡി? യെസ്. അപ്പോൾ ജൂൺ 12 ഫോർനൂൺ ആണ് എക്സാം. ഫോർനൂൺ ആയിട്ടും ആഫ്റ്റർനൂൺ ആയിട്ടും എക്സാം വരുന്നുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യണം കേട്ടോ ടൈം. അതായത് ജൂൺ 12 വെനസ്ഡേ ബുധനാഴ്ച ഫോർനൂൺ എക്സാം വരുന്നത് നമ്മുടെ പാർട്ട് 2 ലാംഗ്വേജസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ്. ആൻഡ് ജൂൺ 12 തന്നെ ആഫ്റ്റർനൂൺ എക്സാം ആയിട്ട് നടക്കുന്നത് കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആയിരിക്കും. 13 രാവിലെ നടക്കുന്ന എക്സാം ഇംഗ്ലീഷ് ആയിരിക്കും. 13 ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നത് ജിയോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി എന്നീ സബ്ജക്റ്റുകളായിരിക്കും കേട്ടോ. ഇനി 14 ഫ്രൈഡേ ഉച്ചയ്ക്ക് മുമ്പ് നടക്കുന്ന എക്സാം മാത്സ്, അതേപോലെ പാർട്ട് 3 ലാംഗ്വേജസ്, പിന്നെ അതുപോലെ നമ്മുടെ സാൻസ്ക്രിറ്റ്, സൈക്കോളജി ഒക്കെയാണ്. പിന്നെ നമ്മുടെ വെള്ളിയാഴ്ച തന്നെ ആഫ്റ്റർനൂൺ നടക്കുന്ന എക്സാം ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഈ എക്സാംസ് ആയിരിക്കും. ഇനി ബുധനാഴ്ച 14 കഴിഞ്ഞിട്ട് പിന്നെ എക്സാം നടക്കുന്നത് 19 15, 16, 17 എക്സാം ഇല്ല, 18 ഇല്ല. 19 പിന്നെ അടുത്ത എക്സാം നടക്കുന്നത്. 19 ഫോർനൂണിൽ എക്സാം നടക്കുന്നത് ഫിസിക്സ് ആണ്. അതായത് ഫിസിക്സ് ഇംപ്രൂവ്മെന്റ് ചെയ്യാനുള്ള കുട്ടികൾക്ക് ഇനിയിപ്പോൾ എന്ത് ടൈം കിട്ടാലേ, അന്ന് നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. അതായത് ബുധനാഴ്ച ഫോർനൂൺ എക്സാം നടക്കുന്നത് ഫിസിക്സ് എക്സാം ആയിരിക്കും. അതായത് വേറെ ഏതെങ്കിലും ഇപ്പം മാത്സ് ഒക്കെ എഴുതുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് തുടക്കത്തിൽ മാത്സ് അത്യാവശ്യം നല്ല പഠിക്കാൻ സമയം ഉണ്ടാവും. മാത്സ് കഴിഞ്ഞ് ഫിസിക്സിനേക്ക് അത്യാവശ്യം നല്ല ദിവസം ഉണ്ട് കേട്ടോ. അപ്പോൾ 19 നമ്മുടെ ഫിസിക്സ് എക്സാം ആയിരിക്കും നടക്കുന്നുണ്ടാവുക. സോഷ്യോളജി, അതേപോലെ ആന്ത്രപ്പോളജി ഒക്കെയാണ് വേറെ സബ്ജക്ട്സ് വരുന്നത്. ബുധനാഴ്ച തന്നെ ആഫ്റ്റർനൂൺ എക്സാം ആയിട്ട് നടക്കുന്നത് എക്കണോമിക്സ്, അതേപോലെ ഇലക്ട്രോണിക് സിസ്റ്റംസും ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് എക്സാം തേഴ്സ്ഡേ ഉച്ചയ്ക്ക് മുമ്പ് നടക്കുന്ന എക്സാമാണ് 20 ബയോളജി ആയിരിക്കും എക്സാം നടക്കുന്നത്. അതുപോലെ ഇലക്ട്രോണിക്സ്, നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെയാണ് 20 നടക്കുന്ന എക്സാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാം അല്ലെങ്കിൽ സേ എക്സാമിന്റെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക, നിങ്ങളുടെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. എന്നാണ് നിങ്ങളുടെ എക്സാം എന്നുള്ളതൊക്കെ നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യുക, കലണ്ടറിലൊന്ന് മാർക്ക് ചെയ്ത് കിട്ടോ, അന്ന് വെറുതെ മിസ്സായി പോരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് എക്സാം അല്ലെങ്കിൽ സേ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് മോർ അപ്ഡേറ്റ്സിനായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.